ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവരങ്ങാടി മുനിസിപ്പാലിറ്റിയിലുള്ള കരിമ്പിൽ സമൂസ കുളത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു വലിയൊരു അപകടം തന്നെ ഉണ്ടായി. അപ്പോൾ ഇതിന് മുമ്പും ഇതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു കുട്ടി മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരുടെ മുഖിൽ നിന്ന് ചോദിച്ചറിയാം. അപ്പോൾ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇവിടെ? ഇതിവിടെ സംഭവിച്ചു പറഞ്ഞാൽ ആള് ഇതിലിപ്പോൾ നീന്താൻ ഇറങ്ങി ഒരു 3-4 ആൾക്കാർ, അവരെ കൂടെയുള്ള ആൾക്കാരെല്ലാം കൂടി നീന്താൻ ഇറങ്ങിയിട്ട് വന്ന് ചാടി ഒക്കെ അവർ കയറി പോയതിൻ്റെ ശേഷമാണ് ഇവരെ തരേണ്ടത്. കയറി പോകുകയെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇപ്പോൾ ഇവൻ പറഞ്ഞ് ഇവരൊക്കെ കയറിയതിൻ്റെ ശേഷം ഇവർ ഒരു ചാട്ടം കൂടി ചാടിയിട്ട് നമുക്ക് ഇതാക്കാന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം ആള് വണ്ടിക്ക് എത്തേണ്ടത് കാണാതായപ്പോൾ തിരഞ്ഞു വന്നു. അങ്ങനെ തിരഞ്ഞപ്പോൾ ഇവർ ഈ കുളം നോക്കാതെ കനാലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ആൾ ഇവിടെ എവിടെയെങ്കിലും ഒളിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൽ അങ്ങനെ അതിൻ്റെ ശേഷം പിന്നെ ലാസ്റ്റാണ് ഇവിടുത്തെ നാട്ടുകാർ വന്നിട്ട് ഇവിടെ 2 ആൾക്കാരുണ്ട്. എന്താ തിരയെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ ആള് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ വേറെ ആ ടൈമിൽ ഇവര് പിന്നെ അവരെ അറിഞ്ഞതിൻ്റെ ശേഷമാണ് ഇവര് ഇതിലേക്ക് ഇറങ്ങി ചെക്ക് ചെയ്യാൻ നോക്കിയത്. അത് ഇറങ്ങി ചെക്ക് ചെയ്യാൻ നോക്കി ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു 11:30 മണിക്ക് ഇവർ കയറിയിട്ടുണ്ട്. 11:30 അതുവരെ ഉണ്ടായിരുന്നു. 12 മണിക്കാണ് ആളെ കിട്ടുന്നത്. അത് എടുത്തപ്പോൾ തന്നെ ഏകദേശം എടുത്ത ആൾക്കാരൊക്കെ തീരുമാനം അയക്കണമെന്ന് പറഞ്ഞത്. ഇതാണ് ഓലെ ഇതിന്റെ ഫാൾട്ട് കൊണ്ടോ അങ്ങനെ ഒന്നും വന്ന സംഗതിയല്ല. അത് ചിലപ്പോൾ എന്തെങ്കിലും ഇനി അറ്റാക്കോ എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ റിപ്പോർട്ടിൽ ഓല റിപ്പോർട്ടിലും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞവര് ബന്ധുക്കള് ചോദിച്ചു നോക്കിയപ്പോൾ അവര് പറഞ്ഞ അങ്ങനെ എന്തായാലും യുവാക്കളെ ശ്രദ്ധിക്കാൻ ദയവ് ചെയ്ത് രാത്രിക്കത്തെ ലഹരിയിൽ വരുന്നവരുണ്ടാവും, മറ്റുള്ള ആസക്തിയിൽ വരുന്നവരൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ നമ്മൾ പരമാവധി പറയേണ്ടത്. പിന്നെ മുന്നേ ഇവിടെ ബോർഡ് വെച്ചിരുന്നു, ലഹരിക്കെതിരെയുള്ള ബോർഡ് വെച്ചിരുന്നു, ഞങ്ങളെ സംവിധാനമൊക്കെ ചെയ്തിരുന്നു. അത് മാത്രമല്ല വേറെ സംഗതി കൊണ്ട് ഇവിടെ ഒരുപാട് ലേഡീസ് വന്നുകൊണ്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇവിടെ കുളിപ്പിക്കുന്നുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ വലിയ ആൾക്കാർ ചാടുന്ന ഈ ഗ്യാപ്പൊക്കെയാണ് ഈ ചെറിയ കുട്ടികളെ ഈ ട്യൂബ് മറ്റേ ജാക്കറ്റൊക്കെ ഇട്ടുകാണ്ട് ഇടുന്നത്. ഇപ്പൊ ആ ഞായറാഴ്ച ഒക്കെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം ആവോളം ഇവിടെ ഫുള്ളാ ഒരു സ്ഥലം ചെയ്യുന്നത് ആ കോലത്തല്ല. ഇപ്പൊ ശരിക്കും അപകടം നടക്കാന് ഒരാൾ അതിന്റെ മേലെ നിന്ന് ചാടിയാലും മതി. ഇപ്പൊ കുട്ടികളൊക്കെ ചെറിയ പൈതങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ അതിനൊക്കെ ജാക്കറ്റ് ഇട്ടിട്ട് ഇതിൽ വിടാണ്. അതാണ് നിലയില്ലാത്ത വെള്ളല്ലേ. അവിടെ ഇറങ്ങുന്ന കൊടക്കല് ഭാഗത്ത് പോകണം. അവിടെ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരാളെയും കുളിപ്പിക്കാൻ അയക്കില്ല. അതായത് യുവാക്കളെയും വലിയവരെയും ആരെയും കുട്ടികളെ ആരും കുളിപ്പിക്കാൻ അയക്കില്ല. അങ്ങനെ എന്തെങ്കിലും പരിപാടി കൊണ്ടുവരണം ഇവിടെ. അതായത് ആളുള്ള സമയത്ത് 6 മണിന്റെ ശേഷം മാക്സിമം 7 മണി. ഞങ്ങൾ 12 മണി 1 മണിക്ക് നമ്മളെ നാട്ടുകാർ ഇവിടെ ചാടലില്ല. നാട്ടുകാർക്ക് ചാടാൻ ഗ്യാപ്പില്ല. പുറത്തുനിന്നൊക്കെ ഈ റീൽസും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സെറ്റപ്പ് ആയിട്ട് കാണുന്നല്ലേ. അപ്പൊ അതിൽ വന്നിട്ട് ചാടുന്നതാണ്. അപ്പൊ ഇത് ശരിക്കും എന്താ വെച്ചാൽ ഒരു 7 മണി ആവോളം ടൈം, അല്ലെങ്കിൽ 6 മണിക്ക് പറഞ്ഞിട്ട് 7 മണിക്ക് നിർത്തുന്ന കോലത്തിലാക്കാം. അപ്പൊ ആ ഒരു ടൈമിൽ ഇവിടെ കുളി നിർത്തുക. അതഞ്ഞിപ്പോ ഇതിന് ചെയ്യാനുള്ളതുള്ളൂ. കാരണം ഒരാൾക്കാര് ഒക്കെ ഉള്ള ടൈമിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഏകദേശം ടൈം 11 മണി കഴിഞ്ഞു. ഇപ്പൊ ഈ പരിസരത്ത് ആരുമില്ല. അപ്പൊ ആരെങ്കിലും വന്ന് ചാടുകയാണെന്നുണ്ടെങ്കിൽ അവരെ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത് അതാണ് സംഭവിച്ചോടുകൂടിയല്ല. ഇപ്പൊ രാത്രി പൊതുവെ ഇവിടെ ആളുണ്ടാവില്ല. രാത്രി ഈ വരുന്ന ടീം ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ നാട്ടുകാരും ഉണ്ടാവില്ല. സ്പോട്ടിൽ തന്നെ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും ഒരു രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. ഒന്നാമത് നീന്ത അറിയണ ആളായതുകൊണ്ട് അല്ല, ഒന്നെന്താ വെച്ചാല് നീന്ത അറിയണ ആളല്ലേ. നീന്ത അറിയണ ആളാവുമ്പോ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കൂല. അപ്പൊ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എന്താ വെച്ചാൽ അത് ഈ കുളം ചെക്ക് ചെയ്യും. നീന്ത അറിയണ ആളായതുകൊണ്ട് നമുക്ക് ആ സംഗതികള് ചെക്ക് ചെയ്യാനുള്ളൊരു ഇത് വന്നിട്ടുണ്ടാവില്ല. പൊതുവെ നമ്മളെ തന്നെ ആയാലും ഓരോ നീന്ത അറിയണ ആളാകുമ്പോൾ കയറിക്കോളും എന്നുള്ള ആ ലെവലില് നിന്നിട്ടുണ്ടാവും.